മഹത്തായി സ്ഥാപനത്തിൻ്റെ അടക്കമുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സമ്പൂർണമായി വിജയം നൽകുമാറാകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലാഹു തആല നൽകിയ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൃദയം, ഖൽബ്, മനസ്സ് എന്ന് നാം വിളിക്കുന്ന ഹൃദയം. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി അനുസരിച്ചുകൊണ്ടാണ് അയാളുടെ ശരീരത്തിലെ ജീവിതത്തിലെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധിയാകുന്നതും മോശമാകുന്നതും ഹൃദയത്തിൻ്റെ പരിശുദ്ധിയും കേടുപാടുകളും അനുസരിച്ചുകൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിൻ്റെ ദുഷ്പരിണാമങ്ങൾ, ഫലങ്ങൾ അത് നമ്മുടെ മറ്റുള്ള അവയവങ്ങളിലും മറ്റുള്ള പല പ്രവർത്തനങ്ങളിലും ശരിക്കും കാണാൻ കഴിയും. ഖൽബിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ നിഅമത്തുകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതും നമ്മൾ പരിശ്രമിക്കേണ്ടതുമെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്ന ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ ഖൽബുകൾ എത്രമാത്രം പരിശുദ്ധമാകുന്നുവോ, എത്രമാത്രം അതിന് പരിശുദ്ധിയും അതിന് ശുദ്ധീകരണവും ഉണ്ടാകുന്നുവോ, ആ പരിശുദ്ധിക്കനുസരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സ്വീകാര്യതയും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള മഹത്വവും സ്ഥാനങ്ങളൊക്കെ കിട്ടുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖൽബുകൾ ഉള്ളവർക്കാണ്. നമ്മളെല്ലാം ആഖിറ ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരാണ്, സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ പറയുമ്പോൾ പ്രധാനമായി പറഞ്ഞത് തന്നെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ കുറിച്ച് തന്നെയാണ്. ഖൽബ് പരിപൂർണമായും ശുദ്ധിയാകാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ സംരംഭങ്ങളും നമ്മുടെ അറിവ് പഠിക്കലും പഠിപ്പിക്കലും ദീനീ സേവനങ്ങളും നമ്മുടെ ഇബാദത്തുകളും കുടുംബജീവിതങ്ങളും സാമ്പത്തിക ഇടപാടുകളുമെല്ലാം വളരെ പ്രധാനപ്പെട്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളായി നമ്മൾ കാണുകയും ആ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അത് മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഖൽബ് എപ്പോഴും പ്രകാശിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ നിലക്കും ശുദ്ധീകരണവും സ്ഥാനവും ലഭിക്കും. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദില മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം നിങ്ങൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ശുദ്ധീകരണവും അതിന്റെ പരിശുദ്ധതയും നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ, സ്വലഹൽ ജസദു കുല്ലുഹു, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശരീരം മുഴുവനും നന്നാവും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ ഹൃദയം, ശരീരത്തിലുള്ള മാംസകഷ്ണം നിങ്ങൾക്ക് മോശമായി പോയാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും മോശമായി പോകും. അലാ വഹിയൽ ഖൽബ്, ആ മാംസകഷ്ണമാണ് ഹൃദയം, മനസ്സ് എന്ന് നാം വിളിക്കുന്ന ഖൽബ്. ഈ ഹദീസിനെ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ആരോഗ്യമുള്ള ഹൃദയം, അങ്ങനെ ശുദ്ധിയുള്ള ആരോഗ്യമുള്ള ഹൃദയം, കൃത്യമായി ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ഹൃദയങ്ങൾക്ക് അവന്റെ ശരീരത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട 7 അവയവങ്ങൾക്കും ഒരു കോട്ടവും ഉണ്ടാവില്ല.
ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കൃത്യമായി രക്തം പമ്പിങ് നടക്കുന്ന ആരോഗ്യമുള്ള ഹൃദയമുള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. ശരീരത്തിന്റെ ഒരു ഭാഗത്തും രോഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഒരർത്ഥം. ഹൃദയത്തിന് ചെറിയൊരു അറ്റാക്ക് വന്നുപോയാൽ, അല്ലെങ്കിൽ ചെറിയൊരു ഓൾസ് വന്നുപോയാൽ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പ് ഒരല്പം കുറഞ്ഞു പോയാൽ, അതിന്റെ കൗണ്ടിങ് കുറച്ച് കുറഞ്ഞു പോയാൽ, ഹൃദയം നടത്തേണ്ട ബ്ലഡ് സർക്കുലേഷന്റെ ആ റൂട്ടിനൊരൽപ്പം തകരാറ് സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനങ്ങളായി നമ്മുടെ മറ്റു അവയവങ്ങളിലെല്ലാം അതിന്റെ അപകടങ്ങൾ കാണാൻ കഴിയും. ഇത് ഒരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിൽ രണ്ടാമത്തെ ഒരർത്ഥം ആത്മീയപരമായ ഒരർത്ഥമാണ്. ഹൃദയം നമ്മുടെ ശുദ്ധിയുള്ള കാലത്തോളം നമ്മുടെ ശരീരം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശുദ്ധിയായിരിക്കും. ഹൃദയം നമ്മുടെ ശുദ്ധിയില്ലാത്ത കാലത്തോളം നമ്മുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ മോശമായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുത്തഅല്ലിം കൂട്ടുകാരോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ ഉമ്മമാരോട്, നമ്മുടെ ശരീരം കാണുന്ന, പുറമേ കാണുന്ന ശരീരത്തിന്റെ മേനി എത്ര തന്നെ ശുദ്ധീകരിച്ചാലും, എത്ര തന്നെ ഭംഗിയുള്ള രൂപത്തിൽ നമ്മളത് പ്രകടിപ്പിച്ചാലും, നമുക്ക് അല്ലാഹു തആല പ്രധാനമായി സൂക്ഷിക്കാൻ തന്ന ഹൃദയം ശുദ്ധിയായിട്ടില്ല എങ്കിൽ നമുക്ക് ജീവിതത്തിന് അതിന് പണ്ഡിതന്മാർ, പഴയ ആളുകൾ പറഞ്ഞൊരു ഉദാഹരണം ക്ലോസറ്റ് പോലെയാണ്. കാരണം നമ്മുടെ വീടുകളിലുള്ള വാഷ്റൂമുകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എത്ര മനോഹരമായ മാർബിളുകളാണ് നമ്മൾ ആ വാഷ്റൂമിലും ബാത്റൂമുകളിലൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ വിസർജനാലയങ്ങൾ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ആ റൂമുകളെയൊക്കെ അലങ്കരിച്ചിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ നമ്മൾ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്ന ക്ലോസറ്റിന്റെ മാർബലുകൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നജസാണ്. അതിന്റെ ഉള്ളെപ്പോഴും നജസാണ്. അതിനൊരു വിലയും ഇല്ല. മാർബിൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിദേശ രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന മാർബിളാണ് എൻ്റെ ക്ലോസറ്റിന് ഇട്ടിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട് ആരും ക്ലോസറ്റിൽ ഭക്ഷണം കഴിക്കൂല, ചോറിട്ട് വയ്ക്കൂല. അവിടെ ആരും കിടന്നുറങ്ങാനും ആഗ്രഹിക്കൂല. കാരണം അതിന്റെ ഉള്ളു മോശമായി പോയതുകൊണ്ടാണ്. ഇതുപോലെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു വന്നു, ശരീരത്തിന്റെ മേനി എത്ര തന്നെ മിനുക്കിയാലും, നമ്മുടെ വസ്ത്രധാരണങ്ങൾ എത്ര ശുഭ്രമായതാണെങ്കിലും, നമ്മുടെ ബാക്കിയുള്ള എല്ലാ രീതികളും, ശരീരത്തിന്റെ സെറ്റപ്പുകളും അതിന്റെ മുന്നൂക്കങ്ങളെല്ലാം എത്ര മനോഹരമായുള്ളതാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയം കലുഷിതമായി പോയാൽ ഇതെല്ലാം ക്ലോസറ്റ് പോലെ ഉള്ളു നജസും മേലെ അലങ്കാരം കാണിക്കുന്ന ക്ലോസറ്റ് പോലെയാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. സാദാത്യങ്ങളുടെ അനുസ്മരിക്കുന്ന ആണ്ട് നേർച്ചയാണ്. സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, സാദാത്യങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, ആലിമീങ്ങളുടെ കൂടെ, സയ്യിദന്മാരുടെ കൂടെ ഒറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഖൽബിന്റെ പരിപൂർണമായ ശുദ്ധീകരണമാണ്. ഈ ലോകത്ത് സയ്യിദന്മാർ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് വേണ്ടി ചെയ്തു തന്നത് എന്താണ്? തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. ഇൻ തമസ്സക്തും, നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളെ മുറുകെ പിടിച്ചാൽ ലൻ തളില്ലു അബദ, ഒരു കാലത്തും നിങ്ങൾ വഴിപിഴക്കുകയില്ല. കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനാണ്. മറ്റൊന്ന് ഇത്രത്തി, എൻ്റെ കുടുംബമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എക്കാലത്തും നമ്മെ സംസ്കരിച്ചെടുക്കാനുള്ള വിഭാഗമാണ് അഹ്ലു ബൈത്ത് സാദാത്യങ്ങൾ. എക്കാലത്തും നമ്മുടെ ദീനിന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാനുള്ള കാവൽക്കാരാണ് നമ്മുടെ സാദാത്യങ്ങൾ. ആ സാദാത്യങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട നേട്ടം, ജീവിച്ചിരിക്കുന്ന സാദാത്യങ്ങളെ കൊണ്ടും മരണപ്പെട്ടു പോയ സാദാത്യങ്ങളെ അനുസ്മരിക്കൽ കൊണ്ടും എല്ലാം നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്, ആത്മസംസ്കരണമാണ്. ഇടയിൽ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തത് എൻ്റെ കുടുംബമാണ് എന്ന്. ഇത് പരിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. നബിയെ, സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കണം, 23 വർഷം കൊണ്ട് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ച എനിക്ക് നിങ്ങൾ കൂലിയായി ഒന്നും നൽകേണ്ടതില്ല, പ്രതിഫലങ്ങളായി ഒന്നും നൽകേണ്ടതില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ പരമ്പരയോട്, എൻ്റെ പേരക്കുട്ടികളായ സാദാത്യങ്ങളോട്
എൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹം മാത്രമേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നുള്ളൂ, ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഈ സമൂഹത്തിൽ നിന്ന് തങ്ങൾ നമ്മോട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുമ്പോ ചില ആളുകളുടെ മാസികകളിലും ചില ആളുകളുടെ പുസ്തകങ്ങളിൽ വരെ കേരളത്തിലെ സയ്യിദന്മാരല്ല എന്നും കേരളത്തിലൊന്നും അങ്ങനെയുള്ള തങ്ങന്മാരുടെ നിമിത്തങ്ങളുടെ കുടുംബ പരമ്പരകളെ ഇല്ല എന്നും പച്ചയായി എഴുതി ആദരണീയരായ സാദാത്യങ്ങളെ പരിഹസിച്ചവരും നിസ്സാരപ്പെടുത്തിയവരും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത്തരക്കാരോട് നമുക്കൊരു ബന്ധവും പാടില്ല. അവരോട് സലാം പറയുന്നതോ അവരുടെ കൂടെ ഇരിക്കുന്നതോ അവർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നതോ അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും സഹകരിക്കാൻ ഈമാൻ ഖൽബിലുള്ള തങ്ങളോട് ഇഷ്ടമുള്ള ഒരു മുഅ്മിനും കഴിയില്ല. മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ ആന ലഹദമിൽ ഇസ്ലാം. ബിദ്അത്തുകാരനുമായി ഏതെങ്കിലും രൂപത്തിൽ ഒരാൾ സഹകരിച്ചാൽ, ബിദ്അത്തുകാരന് സന്തോഷമുണ്ടാക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചിരി കൊണ്ടാണെങ്കിൽ പോലും സഹകരിച്ചാൽ ഫഖദ ആന ലഹദമിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിനെ പൊളിക്കാൻ ബിദ്അത്തുകാരന്റെ കൂട്ടുകൂടിയവനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ പൊളിക്കാൻ ആരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്? യഹൂദികളാണ്, ജൂതന്മാരാണ്. ഇന്നും മുസ്ലിമീങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ അരിച്ചുവിടുന്നതും യഹൂദികളാണ്, ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ അതേ സ്വഭാവമാണ് ബിദ്അത്തുകാരന്റെ കൂട്ടുപിടിക്കുന്നവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. പറഞ്ഞു വന്നത്, സാദാത്യങ്ങളുടെ അനുസ്മരണ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് ആലിമീങ്ങളെ അനുസ്മരണ കൊണ്ടും അവരെ പിന്തുടരുന്നത് കൊണ്ടും കിട്ടേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. ആഖിറത്തിൽ വിജയിക്കുന്നവനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് നമുക്കറിയാം. അല്ലാഹുവിനോട് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ നീ എന്നെ പരാജയപ്പെടുത്തരുത്, നീ എന്നെ ഖിയാമത്ത് നാളിൽ മോശമാക്കി കളയരുത്, ഖിയാമത്ത് നാളിൽ നീ എന്നെ കൈവിട്ട് കളയരുതെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തുകൊണ്ട് ശേഷം ഏത് ദിവസമാണ് ആ ദിവസമെന്ന് പറയുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ധാരാളം സമ്പത്തുകൾ ഉള്ളവർക്ക് സമ്പത്തിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്തൊരു ദിവസം, ധാരാളം മക്കളും പേരമക്കളും തറവാടുമുള്ള ആളുകൾക്ക് അവരുടെ തറവാട് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്തൊരു ദിവസം. ആ ദിവസത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തരുത്. മക്കളും സമ്പത്തും കുടുംബവും തറവാടിത്തവും അധികാരങ്ങളൊന്നും ഉപകരിക്കാത്തൊരു ദിവസത്തിൽ ആരാണ് അവിടെ വിജയിക്കുന്നവർ? ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. കിബിറില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, റിയായില്ലാത്ത, ഫിസ്ഖില്ലാത്ത, ബിദ്അത്തില്ലാത്ത നിഷ്കളങ്കമായ ഖൽബോടെ ഇമാം നൈസാബൂരി തങ്ങളുടെ തഫ്സീർ അനുസരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ചെറിയ ചെറിയ രോഗാണുക്കളായ ബിദ്അത്തും ഫിസ്ഖുകളൊന്നുമില്ലാത്ത ശുദ്ധിയായ ഖൽബോടെ ജീവിച്ച് മരിക്കുന്നവർക്ക് മക്കളുടെ ആവശ്യമില്ല, സമ്പത്തിന്റെ ആവശ്യമില്ല. അവരുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം കൊണ്ട് തന്നെ, അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി കാരണം കൊണ്ട് തന്നെ ആഖിറത്തിൽ വിജയിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ശക്തമായ മഴയുടെ സമയത്തും നിങ്ങൾ ഈ മജ്ലിസിലേക്ക് വന്നത്, നിങ്ങൾ ആലിമീങ്ങളെ സ്നേഹിച്ചത്, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നത്, സാദാത്യങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണെങ്കിൽ ആദ്യമായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, ആദ്യമായി നമ്മൾ ഫലം കാണിക്കേണ്ടത് ശുദ്ധിയായ സലീമായ ഖൽബുള്ളവരായി ജീവിക്കാനാണ്. കേടുപാടുകളില്ലാത്ത ഖൽബുള്ളവരായി ജീവിക്കാനാണ്. ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഖൽബിനെ ശുദ്ധീകരിച്ച് ജീവിക്കാനുള്ള ശ്രമങ്ങളാണ്
ഈ മജ്ലിസുകൾ കൊണ്ട്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴും നന്മകൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടാകേണ്ട ലക്ഷ്യം എൻ്റെ കൽബ് കട്ടിയായി പോകരുത്, എൻ്റെ കൽബ് മരവിച്ചു പോകരുത്, എൻ്റെ കൽബിന് കേടുപാട് വന്നു പോകരുത്. കാരണം അല്ലാഹു തആല തന്ന കൽബ് ആ ഹൃദയത്തിന് മരവിപ്പിപ്പ് സംഭവിച്ചു പോയാൽ, ആ ഹൃദയം കട്ടിയായി പോയാൽ അത് പാറക്കല്ലുകളെക്കാളും വലിയ വലിയ കല്ലുകളെക്കാളും കട്ടിയായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുമ്മ ഖസത് ഖുലൂബുകും, പിന്നീട് നബിയെ അവരുടെ കൽബുകൾ, നിങ്ങളുടെ മനസ്സുകൾ കട്ടിയായി പോയി. മിൻബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, കല്ലുകളെ പോലെ നിങ്ങളുടെ കൽബുകൾ കട്ടിയായി പോയി നബിയെ. ഔ അശദ്ദു ഖസ്വാ, കല്ലുകളെ പോലെ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും കടുപ്പമുള്ള ഹൃദയമുള്ള മനുഷ്യരുണ്ട്, കല്ലുകളെക്കാളും മരവിപ്പുള്ള മനുഷ്യരുണ്ട്. കാരണം വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പാറക്കല്ലുകൾ, ധാരാളം കല്ലുകൾ സമൂഹത്തിന് വെള്ളം നൽകുന്നുണ്ട്. എത്രയോ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. കല്ലിനും ഒരുപാട് സോഫ്റ്റ് കോർണറുകളുണ്ട്. കല്ലുകളും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, പൊട്ടിയൊലിച്ച് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിയൊലിച്ച് വെള്ളമൊഴുകുന്ന പുഴകളായി പോയ പാറകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബതു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുരുണ്ടുരുണ്ടുരുണ്ട് വന്ന് മലകളിൽ നിന്ന് പുറത്തു വന്ന് പൊട്ടിത്തെറിച്ചു പോയ പാറക്കല്ലുകൾ ധാരാളം ഉണ്ട്. ഈ കല്ലുകളെക്കാളെല്ലാം കടുപ്പമാണ് മനുഷ്യന്റെ ഹൃദയം മരവിച്ചു പോയാലെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോ, മുതഅല്ലിം കൂട്ടുകാരെ, നമ്മുടെ കൽബ് മരവിച്ചു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, കൽബുകൾ മരവിച്ചു പോകാതെ നമ്മൾ പണിയെടുക്കണം. അതിനു വേണ്ടി നമ്മുടെ നന്മകൾ ലക്ഷ്യം വെക്കണം. കാരണം നമ്മുടെ മനസ്സെങ്ങാനും മരവിച്ചു പോയാൽ, നമ്മുടെ ഹൃദയം കട്ടിയായി പോയാൽ, നമ്മുടെ മനസ്സ് മോശമായി പോയാൽ, ഇന്ന അബ്അദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, അല്ലാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്താകുന്നവൻ, അല്ലാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നു പോകുന്നവൻ ആരാണ്? അൽ ഖൽബുൽ ഖാസി, കട്ടിയായ കൽബുള്ളവൻ, മോശമായ മനസ്സുള്ളവർ, ദുസ്വഭാവങ്ങളെ കൊണ്ട് മലിനമായ മനസ്സുള്ള മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് ദൂരത്താണ് നബിയേ. പിന്നെ അവർക്കൊരിക്കലും വഅദ് ഉപകരിക്കൂല, ആലിമീങ്ങൾ ഉപകരിക്കൂല, സ്ഥാപനങ്ങൾ ഉപകരിക്കൂല, ദിക്റിന്റെ മജ്ലിസുകൾ ഉപകരിക്കൂല. എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടാലും പരീക്ഷണങ്ങൾ കണ്ടാലും അവർക്കൊരു ഉപകാരവും വരില്ല നബിയേ. ഓ എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നൽകുന്നത്, ചെറിയ ചെറിയ സങ്കടങ്ങൾ നൽകുന്നത്, ചെറിയ ചെറിയ പ്രയാസങ്ങൾ നൽകുന്നത് നന്നാകാൻ അവസരം തരുകയാണ്. കൺമുന്നിൽ കാണിച്ചു തരുന്ന ദുരന്തങ്ങളെല്ലാം മനസ്സ് നന്നാക്കാനാണ്. കാരണം അല്ലാഹുവിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് എനിക്ക് നന്നാകാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ട ഒരവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യനും വരികയില്ല. ലോകത്ത് ജീവിച്ച ഒരാൾക്കും പടച്ചവനെ നീ എനിക്ക് നന്നാകാൻ അവസരം തന്നിട്ടില്ല എന്ന് അല്ലാഹുവിനോട് പരാതി പറയാൻ ഒരാൾക്കും കഴിയില്ല. കാരണം റബ്ബ് നമ്മുടെ മുന്നിൽ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, ധാരാളം പരിവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്റഹത്ത് രാജാവിനെതിരെ അല്ലാഹു തആല നൽകിയ ശിക്ഷ എന്താണ്? ചെറിയ പക്ഷികളെ കൊണ്ട്, ആ പക്ഷികളുടെ കൊക്കിലൊതുങ്ങുന്ന ചെറിയ ചൂടുകല്ലുകളെ കൊണ്ട് അബ്റഹത്ത് രാജാവും സൈന്യത്തിന്റെ മേലും അല്ലാഹു കല്ല് വർഷിപ്പിച്ചു. ആ കല്ല് വർഷിപ്പിച്ചിട്ട് അവിടെ തന്നെ അല്ലാഹു തആല കൊന്നുകളഞ്ഞില്ല. പിന്നെ അബ്റഹത്ത് രാജാവിന് അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത് കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മുഴുവനും ചീഞ്ഞൊലിക്കുന്ന രൂപം വരെ പരിവർത്തിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. വയറ് പൊട്ടി രക്തം വരുന്നത് വരെ അദ്ദേഹത്തിന് നന്നാകാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് അയാൾ അല്ലാഹു തആല മരിപ്പിച്ചു കളയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രുവായിരുന്ന ഫിർഔൻ, ഫറോവക്ക് നാളെ അള്ളാന്റെ മുന്നിൽ പഠിച്ചോനെ എനിക്ക് നീ നന്നാകാൻ അവസരം തന്നിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഫറോവയുടെ മുമ്പിൽ അല്ലാഹു തആല 9 അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ലേ. വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ 9 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഫിർഔനിനും അനുയായികൾക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്? നന്നാകാൻ, കട്ടിയായി പോയ മനസ്സൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി അല്ലാഹു തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഫിർഔനിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത്ത്. വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിലൂടെ നമ്മൾ ഫിർഔനിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിശ്വസിച്ചിട്ടില്ല, മനസ്സ് മാറിയിട്ടില്ല, മനസ്സിന്റെ മരവിപ്പ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണെന്ന് ഫിർഔൻ ഒരിക്കലും അറിഞ്ഞതേയില്ല. അവസാനം അവസരങ്ങൾ ധാരാളം കൊടുത്തതിനു ശേഷം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സമയത്ത്, ചെങ്കടലിൽ മുങ്ങുന്ന സമയത്താണ്, അപ്പോഴാണ് ഫിർഔൻ പറയുന്നത്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. മൂസാ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ച അതേ ഇലാഹിനെ കൊണ്ട് ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. 9 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് മനസ്സിന് മാറ്റം വരാത്ത ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്താണ് മൂസാ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോ അപ്പോഴാ മൂസാ നബിയുടെ ചോദ്യം, ആൽ ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ ഫിർഔനെ ബോധം വരുന്നത്? മനസ്സൊന്ന് മാറാൻ അല്ലാഹു 9ഓളം അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടില്ലേ? ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോ നീ ഞങ്ങളോട് എന്താ പറഞ്ഞത്? ഉദ്ഉലനാ റബ്ബക. ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോ മാരകമായ രോഗങ്ങളെ കൊണ്ടല്ല പരീക്ഷിച്ചു, തവളകളെ കൊണ്ടല്ല പരീക്ഷിച്ചു, പേനുകളെ കൊണ്ടല്ല പരീക്ഷിച്ചു, രക്തങ്ങളെ കൊണ്ടല്ല പരീക്ഷിച്ചപ്പോഴും ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോ മൂസാ നബിയുടെ കാളെ പറഞ്ഞേക്കും, മൂസയോടൊന്ന് ദുആ ചെയ്യാൻ പറയണം. ഉദ്ഉലനാ റബ്ബക, മൂസാ നിന്റെ റബ്ബിനോട് നീ ഒന്ന് ദുആ ചെയ്യണം. ഇന്നനാ ലമുഹ്തദൂൻ. ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഫലമ്മാ കശഫ്നാ അൻഹുമുൽ അദാബ. ആ പരീക്ഷണം മൂസാ നബിയുടെ ദുആയിലൂടെ ഞങ്ങൾ അങ്ങ് മാറ്റിക്കൊടുത്താൽ ഇദാഹും യൻകുതൂൻ, അവര് വീണ്ടും നിഷേധിച്ചു കളയോ. കൽബ് കറുത്തുപോയതിന്റെ അടയാളമാണ്. പറഞ്ഞു വന്നത് ഉമ്മമാരെ, കൽബ് കറുത്തുപോയാൽ പിന്നെ അല്ലാഹു തആലയുടെ ഉപദേശം നമ്മുടെ മനസ്സിന് കൊള്ളൂല, ആലിമീങ്ങളെ ഉപദേശം കൊള്ളൂല, മുതഅല്ലിമീങ്ങളോട് നമുക്ക് സ്നേഹം വരൂല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനോട് നമുക്ക് സ്നേഹം വരൂല. അത് കൽബ് കറുത്തുപോയതിന്റെ അടയാളമാണ്. ആ കറുത്തുപോയ, മരവിച്ചുപോയ കൽബുകളെ മാറ്റിമറിക്കാൻ വേണ്ടി, അതിൽ നിന്ന് മാറാൻ വേണ്ടി അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങൾ മുന്നിൽ കാണിക്കും. ഫിർഔനിന് പരീക്ഷണങ്ങൾ കൊടുത്ത റബ്ബ്, അബ്രഹത്തിന് പരീക്ഷണങ്ങൾ കൊടുത്ത റബ്ബ് നമ്മുടെ മുന്നിലും കാണിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ, അസ്സാമിലെ അവസ്ഥകളൊന്ന് ആലോചിച്ചു നോക്കണം. 800 ചില്ലാനം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. 70ഓളം മരണങ്ങൾ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹ്. പടച്ചറപ്പേ, ഞങ്ങളെ സമുദായത്തിനെ കാത്തുരക്ഷിക്കണേ അല്ലാ. കട്ടിയായ മനസ്സ് മാറിപ്പോകാൻ വേണ്ടി റബ്ബ് കൺമുന്നിൽ കാണിച്ചു തരുന്ന മാറ്റങ്ങളാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് വയനാട് മുഴുവനും നിർമൂലനം ചെയ്യപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ കൽബ് നന്നാകാൻ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ദൃഷ്ടാന്തങ്ങളാണ്. കണ്ണോടിച്ചു നോക്കാൻ നമുക്കൊന്ന് സമയമുണ്ടാകണം. മാരകമായ രോഗങ്ങളുള്ള എത്ര മനുഷ്യരാണ്, അവയവങ്ങൾ നഷ്ടപ്പെട്ട എത്ര മനുഷ്യരാണ്, കണ്ണിന്റെ
കണ്ണിന്റെ കാഴ്ചകളില്ലാത്ത മനുഷ്യരെത്രയാണ്, കാതിന്റെ കേൾവി ശക്തിയില്ലാത്ത മനുഷ്യരെത്രയാണ്. പോകട്ടെ, സ്വന്തമായി കൈകൊണ്ടെടുത്ത് ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ പോലും കഴിവില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ രക്തങ്ങളും കറുത്തുപോയ എത്ര മക്കളുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് സ്ട്രോക്ക് ബാധിച്ച എത്ര മക്കളുണ്ട്. മാരകമായ ക്യാൻസർ ബാധിച്ച മക്കൾ എത്രയുണ്ട്. 2 കിഡ്നിയും തകരാറ് ചെയ്യപ്പെട്ട് ഡയാലിസിസിന് വിധേയമായ എത്ര ഉമ്മമാരുണ്ട്. പടച്ച റബ്ബ് എന്തിനാ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്? പടച്ച റബ്ബ് എന്തിനാ നമ്മുടെ മുന്നിൽ ഇതെല്ലാം കൊണ്ടുവന്നു നൽകുന്നത്? പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളും പരിവർത്തനങ്ങളും മാറ്റങ്ങളും കണ്ട് മരവിച്ചുപോയ കൽബുകളൊന്ന് ഉണരാനാണ്, മരവിച്ചുപോയ കൽബുകളൊന്ന് മാറാനാണ്, കറകളുള്ള കൽബുകൾ ശുദ്ധിയാക്കാനാണ്. അപ്പുറത്തെ വീട്ടുകാരന് ക്യാൻസർ നൽകിയ റബ്ബിന് എനിക്ക് ക്യാൻസർ നൽകാൻ ഒരു പ്രശ്നവുമില്ലല്ലോ. എന്റെ കണ്ണിന്റെ കാഴ്ച തകർക്കാൻ അല്ലാഹ്ക്കൊരാളെ സമ്മതവും വേണ്ടല്ലോ. എന്നെ കിടപ്പിലാക്കാൻ റബ്ബിന് ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ. എനിക്ക് മാരകമായ രോഗം തന്ന എന്റെ മക്കൾക്കും കുടുംബത്തിനും എന്നെ ഭാരമാക്കാൻ അല്ലാഹ്ക്കൊരാളെ സമ്മതവും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ കൽബൊന്ന് ശുദ്ധിയാക്കണമല്ലോ, എന്റെ മനസ്സൊന്ന് തിട്ടപ്പെടുത്തണമല്ലോ, എന്റെ പ്രവർത്തനങ്ങളൊന്ന് നന്നാക്കണമല്ലോ. ഇങ്ങനെ നമ്മുടെ കൽബിൽ വന്നുപോയ കറകളെ ശുദ്ധിയാക്കാനാണ്, മരവിച്ചു പോയ കൽബുകളെ ഒന്ന് മലിനപ്പെടുത്താനാണ്. അല്ലാഹു തആല നമുക്ക് ധാരാളം അത്ഭുതങ്ങളും ധാരാളം ദൃഷ്ടാന്തങ്ങളും ഫിർഔനിന് നൽകിയതുപോലെ നമ്മുടെ കൽബുകളിലേക്ക്, നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല കാണിച്ചു തരുന്നത് കൽബ് നന്നാകാനാണ്. കാരണം ആ കൽബ് നന്നായാൽ മാത്രമേ ജീവിതം നന്നാകൂ. ആ കൽബ് മോശമായി പോയാൽ ജീവിതം മുഴുവനും മോശമാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൽബ് മരവിച്ചു പോവുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ദിക്റുകൾ ചൊല്ലിയിട്ടുമൊക്കെ കൽബുകൾ മരവിച്ചു പോകുന്നവരുണ്ട്. ദിക്റുകൾ ചൊല്ലിയിട്ടും കൽബ് മരവിച്ചു പോകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ. ദിക്റുകളും സ്വലാത്തുകളും ധാരാളം ചൊല്ലിയിട്ടും കൽബുകൾ മരവിച്ചു പോകുന്നവർ, അല്ലാഹു നമ്മെ അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിച്ചുമാറാവട്ടെ. അത്തരക്കാർ വല്ലാത്ത പിഴവുകൾ സംഭവിച്ചു പോകുന്നവരാണ് നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ദിക്ർ ചൊല്ലിയിട്ടും കൽബ് നന്നാകുന്നില്ലെങ്കിൽ, സ്വലാത്ത് ചൊല്ലിയിട്ടും നമ്മുടെ കൽബിന് ഒരു സോഫ്റ്റ് വരുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നില്ല എങ്കിൽ, ആ കൽബിന്റെ ഒരു മരവിപ്പ്, ആ കൽബ് കട്ടിയാകുന്നത് എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, കൽബ് കട്ടിയായി പോകുന്നതിനെ വല്ലാത്ത സൂക്ഷിക്കണം. അങ്ങനെ കൽബുകൾ കട്ടിയാകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറിപ്പോകും. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയതും ആ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറിപ്പോകും. നമ്മുടെ ഹൃദയം കട്ടിയായി പോകുമ്പോൾ നമ്മൾ പലതരത്തിലേക്ക് മാറിപ്പോകും. ഹൃദയം മരവിച്ചു പോയവൻക്ക് പ്രധാനമായും ഈ ദുനിയാവിൽ 3 കാര്യങ്ങളോട് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. ഒരാളെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരംശം പോലും ഇല്ല എന്നതിന്റെ 3 അടയാളങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3 അടയാളങ്ങൾ ഉണ്ടാവും. ഒരാളുടെ ഹൃദയം മരവിച്ചു പോയാൽ അയാൾക്ക് വല്ലാത്ത താല്പര്യമുള്ള 3 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന് അമിതമായ ഭക്ഷണം. ഹൃദയം മരവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര തിന്നാലും വീണ്ടും തിന്നാലും പിന്നെയും തിന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പള്ള കീറിയാലും നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഫുള്ളായിട്ടുണ്ട് എന്ന സിഗ്നൽ കിട്ടിയാലും അടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ നമ്മുടെ ഹൃദയം നമ്മൾ വീണ്ടും അത് ഭക്ഷിക്കാൻ നോക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഹൃദയങ്ങളൊക്കെ മരവിച്ചതിന്റെ അടയാളം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണത്തിന്, ഒരു ആഘോഷങ്ങൾക്ക് പോയാൽ നമ്മുടെയൊക്കെ ഭക്ഷണത്തിന്റെ അവസ്ഥകൾ എത്രയാ. എല്ലാ ഐറ്റമുകളും നമ്മൾ ഭക്ഷിക്കും, വേണ്ടതുപോലെ ഭക്ഷിക്കും. അവിടെ വെച്ചിട്ടുള്ള എല്ലാം നമ്മൾ ഭക്ഷിക്കും. എന്നിട്ടോ അതും തന്നെ ഫുള്ളായിട്ടാണ് കൈ എഴുന്നേറ്റ് വന്നാൽ ഇപ്പുറത്തുള്ള ഫ്രൂട്ട്സും നമ്മൾ തിന്നു, അത് കഴിഞ്ഞിട്ടുള്ള കട്ടനും തിന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള പുഡിങ്ങും നമ്മൾ തിന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ അതും നമ്മൾ തിന്നു. അമിതമായ ഭക്ഷണം ഹൃദയത്തിന് കടുപ്പമുണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിം കൂട്ടുകാരോട്, നമ്മുടെ ഇൽമിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ പഠനത്തിനോടും ദീനീ ഖിദ്മത്തിനോടും നമുക്ക് നീരസം തോന്നിപ്പോകുന്നത് അമിതമായ ഭക്ഷണം എന്നാണ്. മുഅ്മിനീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഉമ്മമാരൊക്കെ അത് ശ്രദ്ധിക്കണം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമിതമായ ഭക്ഷണം കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പറഞ്ഞു. അഫാതു ശിബഇൻ സിഖലു ജിസ്മിൻ ഖസ്വതുൽ ഖൽബിൽ ഇസാലതി ഫിത്നതൻ മുതമൽമില തളീഫു ജിസ്മിൻ അൻ ഇബാദതി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ ഫഹദറൻഹു വഅബ്ഹലാ. ഉമ്മമാരെ, മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഭക്ഷണത്തിന്റെ രീതി പഠിപ്പിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മക്കളെ വളർത്തുന്നതിന്റെ ഒരു മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, 3 പത്തിരിയാണ് തിന്നുന്ന കുട്ടിയെങ്കിൽ ആ കുട്ടിക്ക് 1 പത്തിരി നൽകി പഠിപ്പിക്കണം. അത് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ കാണണം. അമിതമായ ഭക്ഷണം നിന്റെ ജീവിതത്തിൽ ശീലമായി പോയാൽ, മുത്തഅല്ലിം കൂട്ടുകാരെ, നമ്മുടെ ഏറ്റവും നല്ല സുവർണകാലമാണ് പഠനമെന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് പഠനമെന്നുള്ളത്. അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രത്യേകമുള്ള കാവലുള്ള കാലമാണ് മുത്തഅല്ലിം ജീവിതം. അല്ലാഹു തആല നമ്മളെ പല കൂട്ടുകാരിൽ നിന്നും ദീന് പഠിക്കാൻ തെരഞ്ഞെടുത്തത് നമ്മളെയാണ്. നമുക്ക് അല്ലാഹു തആല എന്തിനാണ് സ്ഥാപനത്തിന്റെ സൗകര്യങ്ങൾ തന്നത്? നാട്ടുകാര് നമുക്ക് ഭക്ഷണം തരുന്നത് എന്തിനാണ്? നാളെയുടെ ദീനിന്റെ കാവൽക്കാര് നമ്മളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാവൽക്കാര് നമ്മളാണ്. ഈ ദീനിൽ ശരിയായ മസ്അല പറയേണ്ടവര് നമ്മളാണ്. ഈ ദീനിൽ ഫത്വ കൊടുക്കേണ്ടവര് നമ്മളാണ്. ഈ ഉമ്മത്തിന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. പ്രിയപ്പെട്ട മുത്തഅല്ലിം കൂട്ടുകാരെ, ഞാനും നിങ്ങളും നന്നായി ദീൻ പഠിക്കേണ്ട കാലമാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതാപിതാക്കൾ കാഫിരീങ്ങളാണെന്ന് പറയുന്നവർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മണ്ണോട് ജീർണമായി പോയി എന്ന് വാദിക്കുന്നവർ, നബി തങ്ങളുടെ സ്വഹാബത്ത് ദീനിൽ തെളിവ് പറ്റുകയില്ലെന്ന് പറയുന്നവർ, നമ്മുടെ ക്യാമ്പസിന്റെ മുറ്റങ്ങളിൽ ലഘുലേഖകൾ കൊണ്ടുവരുമ്പോ, വീടിന്റെ മുറ്റങ്ങളിലേക്ക് ലഘുലേഖകൾ കൊണ്ടുവരുമ്പോ, സ്റ്റേജുകളിൽ കയറി മുഅ്മിനീങ്ങളുടെ ഈമാൻ പരിഹസിച്ച് അവർ കവർന്നെടുക്കുമ്പോ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി ശരിയായ വിശദീകരണങ്ങൾ നൽകാൻ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി ശരിയായ അർത്ഥങ്ങൾ പറയാൻ, ഹദീസുകൾ കൃത്യമായി വ്യാഖ്യാനിച്ച് ഈ ഉമ്മത്തിന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ട നാളെയുടെ ദീനിന്റെ കാവൽക്കാരാണ് നമ്മൾ. അതിനാണ് സമൂഹം നമുക്ക് ഭക്ഷണം തരുന്നത്, അതിനാണ് സ്ഥാപനം നമുക്ക് സൗകര്യം തരുന്നത്. നമ്മുടെ ഉസ്താദുമാർ, ഈ സ്ഥാപനമടക്കമുള്ള ഉസ്താദുമാർ രാവും പകലും ഓടി നടക്കുന്നത് നാളെ നിങ്ങളെ ദീനിന്റെ കാവൽക്കാരാക്കാനാണ്. ഈ സുവർണകാലം നമുക്ക് ചെലവിന് കൊടുക്കേണ്ടതില്ല, സാമ്പത്തികമായ ഇടപാടുകൾ നമുക്കില്ല, ഒരു പ്രയാസങ്ങളും മുത്തഅല്ലിമീങ്ങളെ നമുക്കില്ല. ഈ കാലയളവിൽ നമ്മൾ പഠിക്കേണ്ടത് നാളെയുടെ ഉമ്മത്തിന്റെ സുന്നത്ത് ജമാഅത്ത് കാക്കാനാണ്. ഒരു ബിദ്അത്തുകാരനും ഒരു തബ്ലീഗുകാരനും ഒരു പുത്തൻവാദിക്കും നമ്മുടെ നാട്ടിലോ പരിസരത്തിലോ വീട്ടിലോ നമ്മെ വിശ്വസിച്ച നമുക്കന്നം തന്ന സമൂഹത്തിന് ഒരു ബിദ്അത്തുകാരനെയും കടന്നു വരാൻ അനുവദിക്കാത്ത വിധം ഈമാൻ കാത്തു സൂക്ഷിക്കാനുള്ള അഹ്ലുസുന്നയുടെ കാവൽക്കാരാകാനാണ് മുത്തഅല്ലിമീങ്ങളെ നമുക്ക് ഈ സമൂഹം ഭക്ഷണം തന്നത്. അത് ഹലാലാവണമെങ്കിൽ, മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടണമെങ്കിൽ, ആലിമീങ്ങളുടെ പൊരുത്തം നമുക്ക് കിട്ടണമെങ്കിൽ നന്നായി റബ്ബിന്റെ ദീന് പഠിക്കാനുള്ള ശ്രമങ്ങൾ വേണം. അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് മാറാൻ കഴിയണം. നമുക്ക് ജനങ്ങൾ, സമൂഹങ്ങൾ, ഉസ്താദുമാർ സൗജന്യമായി ഭക്ഷണങ്ങൾ നൽകുന്നു, താമസങ്ങൾ നൽകുന്നു, എല്ലാ സൗകര്യങ്ങളും തരുമ്പോ നമ്മുടെ ഭക്ഷണങ്ങൾ അമിതമായി പോകരുത്. എന്റെ മാന്യ മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും അമിതമായി പോകരുത്. അങ്ങനെ അമിതമായ ഭക്ഷണം കഴിക്കുന്നവർക്കുള്ള പ്രശ്നം ആഫാത്തു ശിബഇൻ തിഖലു ജിസ്മീൻ, നല്ല
നല്ല ഭാരമുള്ള ശരീരമുണ്ടാകും. കണ്ടാൽ ഒരു 60 വയസ്സുകാരനെ പോലെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ വയസ്സ് 30 ആയിരിക്കും. അങ്ങനെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കും. അതിനേക്കാളെല്ലാം പ്രത്യേകമായി ഖസ്വത്തുൽ ഖൽബ്, ആ അമിതമായ ഭക്ഷണം കഴിക്കലിലൂടെ ഹൃദയം മരവിച്ചു പോകും. മനുഷ്യ, നമ്മുടെ ഹൃദയത്തിന് കട്ടി ബാധിച്ചു പോകും. പിന്നെ വഅദ് ഉപകാരപ്പെടൂല, ഖുർആൻ ഉപകാരപ്പെടൂല, ഇൽമിന്റെ സദസ്സ് ഉപകാരപ്പെടൂല. അമിതമായ ഭക്ഷണം നമ്മുടെ ഹൃദയത്തിനെ മരവിച്ചു കളയും. പോരാ, തദ്ഈഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട ശരീരം അത് ശക്തി തകർന്നു പോകും, അത് ബലഹീനമായി പോകും. പിന്നെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ മനസ്സ് വരൂല. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പരിശുദ്ധ റമദാൻ മാസം. നമ്മുടെ ഭക്ഷണം അധികരിച്ചു പോയ കാരണം കൊണ്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഒന്ന് മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ നമുക്ക് മനസ്സ് വരാത്തത്. റമദാനിന്റെ അത്തായ സമയങ്ങളിൽ പോലും നമുക്കൊന്ന് നേരത്തെ എഴുന്നേൽക്കാൻ തോന്നാത്തത്. സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരു ജുസ് എങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതാൻ തോന്നാത്തത് നമ്മുടെ അമിതമായ ഭക്ഷണമാണുമ്മ. അത് നമ്മുടെ ഹൃദയത്തിനെ മാറ്റിക്കളയോ, ഇബാദത്തുകളിൽ നിന്ന് നമ്മെ നഷ്ടപ്പെടുത്തി കളയോ. അതുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം അമിതമായി കഴിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. അത് ഹൃദയത്തിനെ മരവിച്ച് കളയുന്ന ഒന്നാണ്. രണ്ടാമത്തെ കാരണമാണ് അമിതമായ ഉറക്കം. ഹൃദയം മരവിച്ച ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളമാണ് അമിതമായ ഉറക്കം എന്നുള്ളത്. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, മനുഷ്യ, നിനക്ക് ഉറങ്ങാനുള്ള ലോകം എവിടെയാണ്? അന്നൗമു ഇലൽ ഖബരി, ഉറങ്ങേണ്ട ലോകം അത് ഖബറാണ്. നംക നൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് നിന്നോട് മലക്കുകൾ പറയുന്നത് ഖബറിലാണ്. ആ ഖബറിൽ നീ നന്നായി ഉറങ്ങണമെങ്കിൽ, ഖബറിൽ നിനക്ക് നേരം പോക്കിനാള് വേണമെങ്കിൽ, പുതിയാപ്പിള ഉറങ്ങും പോലെ നിനക്ക് ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഈ ലോകത്ത് അധ്വാനിക്കണേ. അങ്ങനെ നിനക്ക് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ അമിതമായ ദുനിയാവിലുള്ള ഉറക്കം അത് നീ ഒന്ന് മാറ്റിവെക്കണേ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞത് അതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മൂന്നാമതെന്താണ്? ഒരു മനുഷ്യന്റെ ഹൃദയം മരവിച്ചു പോയാൽ അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിശ്രമമാണ്. എപ്പോഴും ഞാനൊരൽപ്പം വിശ്രമിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ മഹാന്മാര് പറയുന്നു, വിശ്രമിക്കേണ്ട ലോകം ഇവിടെയല്ല, നിനക്ക് വിശ്രമിക്കേണ്ട സമയം ഇവിടെയല്ല. ഉമ്മ, നമുക്ക് വിശ്രമത്തോടെ സന്തോഷത്തോടെ കടക്കേണ്ട ഒരു പാലമുണ്ട്, സിറാത്ത് പാലമുണ്ട്. ആ പാലത്തിലൂടെ വിട്ടുകിടന്ന് സ്വർഗമെത്തണമെങ്കിൽ ദുനിയാവിന്റെ വിശ്രമ സമയങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് തിരിയുന്നൊരു സ്വഭാവം ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയം മരവിച്ചു പോയാൽ അമിതമായ ഭക്ഷണത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കോ, അമിതമായ ഉറക്കിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കോ, അമിതമായ വിശ്രമത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കോ. അതുകൊണ്ട് നമ്മുടെ കൽബ് മരവിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ നന്മകൾ ദൂരത്തായി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയണം. മഹാന്മാരങ്ങനെയാ ജീവിച്ചത്. ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടുത്തേക്ക് 2 ആൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നാലും മഹാനവരുകൾ 5 ആളുകളെ വിളിച്ച് ഭക്ഷണം കഴിക്കും. കാരണം 2 ആള് വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബാക്കിയായാൽ വീണ്ടും കഴിക്കാൻ തോന്നുമല്ലോ. അതുകൊണ്ട് 5 ആളെ വിളിച്ചിട്ട് 2 ആളെ ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് ഒരു ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനമെത്തിയതെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ പറഞ്ഞു വന്നത്, എപ്പോഴും നമ്മുടെ ഖൽബ് കട്ടിയായി പോകുന്നതിന് ജാഗ്രത വേണം. ഉമ്മാ, മനസ്സ് മരവിച്ചു പോകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുആയിൽ ഒന്നാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. പടച്ച റബ്ബേ, എൻ്റെ ഖൽബ് എപ്പോഴും നീ തഖ്വയുള്ളതാക്കി തരണം. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. എൻ്റെ
കൽബ് എപ്പോഴും ശുദ്ധിയുള്ള കൽബാക്കി തരണം. അന്ത വലിയുഹാ വ മൗലാഹാ, എന്റെ കൽബ് നിയന്ത്രിക്കുന്നവനും അതിന്റെ പൂർണ്ണമായ അധികാരവും നിനക്കാണ് അല്ലാ എന്ന ദുആ തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോ ഏറ്റവും ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയാണ് തങ്ങൾ. എന്നിട്ടും തങ്ങളാ ദുആ ചെയ്തത് സമുദായത്തെ പഠിപ്പിക്കാനാണ്. കാരണം ഹൃദയം മോശമായി പോയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയി, ഇബാദത്ത് നഷ്ടപ്പെട്ടു പോയി, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതെല്ലാം മോശമായി പോയി. കൽബ് ശുദ്ധിയാക്കി ജീവിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അത് നമ്മോട് മാത്രമല്ല, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ജനങ്ങളോടും സമുദായത്തോടും അല്ല പറഞ്ഞത് കൽബ് ശുദ്ധിയാക്കിയും വിജയിക്കുമെന്നാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഓതുന്നത് നിങ്ങൾ കേൾക്കുന്നവരാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ, അല്ലാഹ് ആത്മസംസ്കരണമുണ്ടായ മനുഷ്യർ, കൽബ് ശുദ്ധിയായ മനുഷ്യർ വിജയിച്ചു. രണ്ടാമത് പറഞ്ഞു വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ, അല്ലാഹുവിന്റെ പേര് ചൊല്ലി അല്ലാഹു അക്ബർ എന്ന ബാങ്ക് കൊടുത്ത് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിസ്കരിക്കുന്ന മനുഷ്യരും വിജയിച്ചു. ചെറുപ്പക്കാരെ, നിസ്കാരത്തിന്റെ വിഷയമാ പറഞ്ഞത്. ഒന്നാമതായി കൽബ് ശുദ്ധിയായവൻ വിജയിച്ചു. രണ്ടാമതായി റബ്ബിന്റെ നാമം ചൊല്ലി ദിക്ർ ചൊല്ലി അല്ലാഹുവിന്റെ നിസ്കാരം നിർവഹിച്ച മനുഷ്യർ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചപ്പോ, ചെറുപ്പക്കാരെ, കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, ഏത് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും, എന്ത് തന്നെ ചെയ്യാൻ നമുക്ക് മറന്നു പോയാലും, അല്ലാഹു തആല നിർബന്ധമാക്കിയ ദിവസത്തിൽ 5 വക്ത് നിസ്കാരം, ആ നിസ്കാരം മറന്നുപോയാൽ, ആ നിസ്കാരം ഖളായി പോയാൽ, ആ നിസ്കാരത്തിനോട് താല്പര്യം കുറഞ്ഞു വന്നാൽ മുസ്ലിമല്ല, ഈമാനില്ല. നിസ്കാരത്തിനെ ഒഴിവാക്കിയിട്ട് ഒരു മുസ്ലിമിനൊരു പരിപാടിയുമില്ല, ഒരാഘോഷവുമില്ല, ഒരു കല്യാണങ്ങളുമില്ല, ഒരു വീട്ടിലെ സന്തോഷങ്ങളുമില്ല. ഇന്നാലില്ല ഉമ്മ, ഒന്നാലോചിച്ചു നോക്കൂ. പരിശുദ്ധ റബീഉൽ അവ്വലല്ലേ കടന്നു വരുന്നത്. കല്യാണങ്ങളുടെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ എത്രയാണ്, മകളുടെ ആഘോഷത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ എത്രയാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഭക്ഷണം തന്ന റബ്ബ്, വായു തന്ന റബ്ബ്, വെള്ളം തന്ന റബ്ബ്, പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ കല്യാണത്തിന്റെ ആഘോഷത്തിലായി പോയാൽ, ഉറൂസിന്റെ ചന്തയിലായാൽ, ഏതെങ്കിലും ആഘോഷങ്ങളുടെ പേരിൽ, ഏതെങ്കിലും ടൂറുകളുടെ പേരിൽ മോളുകളിലും മറ്റു സ്ഥലങ്ങളിലുമായി പോയാൽ, ഉമ്മാ, നമ്മളെക്കാൾ വലിയ ധിക്കാരികളുണ്ടോ? ചെറുപ്പക്കാരാ, ബാങ്ക് കൊടുക്കുമ്പോ ക്ലബിലായി പോയാൽ, ഗ്രൗണ്ടിലായി പോയാൽ, സോഷ്യൽ മീഡിയയിലായി പോയാൽ, ഫെഡ്ലൈറ്റ് മാച്ചിലായി പോയാൽ നമ്മളെക്കാൾ വലിയ ധിക്കാരികളുണ്ടോ? നിസ്കാരമില്ലാത്തവൻ സാക്ഷിക്ക് പറ്റുമോ? ചെറുപ്പക്കാരാ, നിന്നെ നിക്കാഹിന് സാക്ഷിക്ക് പറ്റോ? നിന്നെ മുസ്ലിമിന്റെ ഏതെങ്കിലും മസ്ലഹത്തിന് പറ്റോ? പോകട്ടെ, ഇസ്ലാമിക രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നിസ്കാരമില്ലാത്തൊരു മനുഷ്യനെ കൊന്നാൽ പോലും കൊന്നയാൾക്ക് ശിക്ഷയില്ലെന്നല്ലേ നിയമം? ഇന്ത്യ രാജ്യത്ത് അത് പറ്റൂല. ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന രാജ്യത്ത് മുഹ്തറുദ്ധമായ ഒരു മനുഷ്യൻ, മുത്തഅല്ലിമീങ്ങൾക്കറിയാം, രക്തത്തിനൊരു വിലയുമില്ലാത്ത മനുഷ്യനാണ് നിസ്കരിക്കാത്ത മനുഷ്യൻ. ആ മനുഷ്യനെ കൊന്നാൽ പോലും കൊലയാളിക്ക് ശിക്ഷയില്ലെന്നാണെങ്കിൽ നിസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ്? സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പാതിരാത്രി വരെ സീരിയൽ കണ്ട്, പാതിരാത്രി വരെ റീൽസ് കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി പാതിരാത്രി തിരിച്ചു വന്നിട്ട് പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്ന് സ്വലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ ആ റബ്ബിന്റെ ഭക്ഷണം കഴിച്ച്, റബ്ബിന്റെ വായു ശ്വസിച്ച്, റബ്ബ് തന്ന വീട്ടിൽ സുന്ദരമായി കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരില്ലേ, ഉമ്മമാരില്ലേ? ആ കിടന്ന കിടപ്പിൽ റബ്ബ് നിന്നോട്
നിന്നൊന്ന് തളർത്തിക്കളഞ്ഞാൽ, ആ കിടന്ന കിടപ്പിൽ റബ്ബ് നിന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞാൽ, ആ കിടന്ന കിടപ്പിൽ നിന്നെ റബ്ബൊന്ന് തിരിച്ചു വിളിച്ചാൽ രക്ഷപ്പെടുത്താൻ വല്ല ഉമ്മയും വരുമോ? രക്ഷപ്പെടുത്താൻ കൂട്ടുകാര് വരുമോ? രക്ഷപ്പെടുത്താൻ നിന്റെ ഫാൻസുകൾ വരുമോ? പരിശുദ്ധ ഖുർആനിൽ നമ്മോടും നമുക്ക് മുമ്പുണ്ടായ സമുദായത്തോടും ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞ രണ്ട് കാര്യം, ഖദ് അഫ്ലഹ മൻ തസക്കാ, ആത്മസംസ്കരണം ഉണ്ടാകണം, ഹൃദയം ശുദ്ധിയാകണം, വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ, റബ്ബിന്റെ പേര് പറഞ്ഞുള്ള നിസ്കാരം വേണം. ഇത് നിങ്ങളോട് മാത്രമല്ല, ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ, ഇത് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമുദായത്തിനും ഈ നിർദ്ദേശമുണ്ട്. സുഹുഫി ഇബ്രാഹീമ വ മൂസാ, മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ജനങ്ങളോട്, സമുദായങ്ങളോട് നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും പ്രവർത്തനങ്ങളും എല്ലാം ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയാകണം. അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. യൗമലായും ഫഅമാലും വലാ ബനൂൻ. നമ്മുടെ മക്കൾ ഒന്നും നമുക്ക് ഉപകാരപ്പെടാത്ത ദിവസം നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. സാദാത്യങ്ങളുടെ ആണ്ടിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാകട്ടെ. ആ ഹൃദയത്തിന് വന്നു പോകുന്ന രോഗങ്ങളെ സംബന്ധിച്ച് നന്നായി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ ഹൃദയത്തിന് വന്നു ഭവിക്കുന്ന രോഗങ്ങളെ സംബന്ധിച്ച് നന്നായി നമ്മളൊന്ന് പേടിക്കണം. നല്ല പോലെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഹൃദയം. ആ ഹൃദയത്തിന് വന്നു പോകുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും നന്നായി ബോധമുള്ളവരാകണം. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഹൃദയത്തിലേക്ക് ഭവിച്ചു പോകുന്ന, ഹൃദയം നമ്മിൽ നിന്ന് മരവിച്ചു പോകുന്ന വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഹൃദയം മോശമായി പോകുന്ന സ്വഭാവത്തിനെ കുറിച്ച് എപ്പോഴും ധാരണ വേണം. كبر وشهوة ويرس والعجب وهذه أخلاق أصحاب الكذب. 4 പക്ഷികളുടെ സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് കള്ളന്മാരുടെ, വ്യാജന്മാരുടെ സ്വഭാവമാണ്. എത്ര നിസ്കരിക്കുന്നവനായാലും, എത്ര ഇബാദത്തുകൾ ചെയ്യുന്നവനായാലും, എത്ര തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവനായാലും, ധാരാളം ഹജ്ജ് ചെയ്ത ഹാജിയാരായാലും, എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ മുതലാളിയായാലും, എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണായാലും, ഹൃദയത്തിൽ വന്നു ഭവിക്കുന്ന 4 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ നിന്റെ ഹൃദയത്തിന് വന്നാൽ അത് വ്യാജന്മാരുടെ സ്വഭാവമാണ്, അത് കള്ളന്മാരുടെ സ്വഭാവമാണ്. ഒന്നാമതായി തന്നെ പറഞ്ഞാൽ കിബ്റു, അഹങ്കാരമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, കിബ്ർ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വന്നു പോകുന്നൊരു സ്വഭാവമാണ്. എന്നാൽ അത് വല്ലാത്ത അപകടമുള്ള സ്വഭാവമാണ്. എന്താണ് കിബ്ർ എന്ന് തങ്ങൾ പറഞ്ഞു? ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തിന് അംഗീകരിക്കാൻ തോന്നാത്തൊരു സ്വഭാവവും ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ ഒരു സ്വഭാവം, ഇതാണ് ചുരുക്കത്തിൽ കിബ്ർ എന്ന് പറഞ്ഞാൽ. ആര് പറഞ്ഞാലും സത്യമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമ്മുടെ സീനിയർമാരായ വിദ്യാർത്ഥികൾ നമുക്ക് സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞു തന്നാൽ അത് അംഗീകരിക്കാനുള്ള സ്വഭാവം നമുക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഏതൊരാളിൽ നിന്ന് നമുക്ക് സത്യസന്ധമായ ഒരു ഉപദേശം കേട്ടാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് കിബ്റില്ലാത്തവന്റെ മനസ്സെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആരാ എന്നെ ഉപദേശിക്കാൻ? എനിക്ക് പറഞ്ഞുതരാൻ നീ ആരാ? ഞാൻ ചില ആളുകളുടെ ഒക്കെ വാക്കുണ്ട്, ഞാൻ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ വിശ്വസിക്കും, എനിക്കൊരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് കിബ്റിന്റെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ഒരാളുടെ ഉപദേശവും ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണാനേ പാടില്ല. അതുകൊണ്ടാണ് മഹാന്മാർ, നിങ്ങൾ കണ്ടില്ലേ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താ ചോദിച്ചു. അപ്പൊ ആ കുട്ടി മഹാനവരോട് തിരിച്ചു ചോദിച്ചു, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം?
അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട്, സാദാത്യങ്ങളുടെ നേതാവാണല്ലോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, സാദാത്യങ്ങൾ ആണ്ട് നേർച്ചയാണല്ലോ. അപ്പൊ കുട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോ തിരിച്ചു കുട്ടി ചോദിച്ചു, എന്റെ പേരെന്ത് നിങ്ങൾക്ക് എന്താക്കാനുണ്ട്? നമ്മളാണെങ്കിൽ എന്ത് പറയും? കുരുത്തം കെട്ട കുട്ടി. അല്ലെങ്കിൽ അവന്റെ ഉപ്പ ആര്? അവന്റെ ഉപ്പ പണ്ടേ അങ്ങനെ, ഉപ്പാന്റെ അതേ സ്വഭാവം, ഇതെല്ലാം ഏടുന്ന് പഠിച്ചിന്. അല്ലെങ്കിൽ നേരെ ഉസ്താദിനെ പറയാ, നിന്നെ ആര് പഠിപ്പിക്കുന്ന ഉസ്താദ് ആര്? നീ പഠിക്കുന്ന സ്ഥാപനം ഏത്? ഇങ്ങനെ നമ്മൾ കുട്ടികളെ പറയൂ. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, ഞാൻ ആ കുട്ടിയുടെ ചോദ്യത്തിൽ നിന്നൊരു പാഠം പഠിച്ചു. ആരാ ചെറുപ്പക്കാരെ? ഔലിയാക്കളോ നേതാവാണ്. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ വയറ് തട്ടിയിട്ട് ഉമ്മ ചോദിച്ചു, ഉള്ളിലുള്ളത് മകനാണോ മകളാണോ? ഉടനെ തന്നെ ഉള്ളിൽ നിന്നൊരുത്തരം മകനാണ്, പേര് അഹ്മദുൽ കബീറാണ്. പരിശുദ്ധമായ മദീനയുടെ റൗള ഷരീഫിന്റെ മുമ്പിൽ വന്നിട്ട് അതാ അല്ലാഹുവിന്റെ ഹബീബിനോട്, നബിയെ ഞാൻ ഒരുപാട് ദൂരത്തിൽ നിന്ന് വരുന്നയാളാണ്. ഫിഹാലത്തിൽ ബുഹദി റൂഹി കുന്തു ഉർസിലുഹാ. നബിയെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ആത്മാവിനെ മദീനയിലേക്ക് പറഞ്ഞേക്കുമായിരുന്നു. പക്ഷേ ഒരുപാട് കാലമായി ഞാൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടത്തെ കാവൽക്കാരെന്നെ തടയുന്നുണ്ട്. നബിയെ, തങ്ങളുടെ പേരക്കുട്ടി മദീനയുടെ റൗള ഷരീഫിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. അതുകൊണ്ട് തങ്ങളുടെ പരിശുദ്ധമായ കൈയൊന്നെനിക്ക് ഉയർത്തി തരണമെന്ന് റൗള ഷരീഫിന്റെ വാതിലിന്റെ മുമ്പിൽ നിന്ന് പാടിയപ്പോ ഉപ്പാപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ ഉയർത്തി കൊടുത്ത നേതാവാണ് അഹ്മദുൽ കബീർ റിഫായി. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്. ചെറിയ കുട്ടി അങ്ങോട്ട് തിരിച്ച് ചോദ്യം ചോദിച്ചപ്പോ മഹാനവരുകൾ പറയണം, ആ കുട്ടിയുടെ ചോദ്യത്തിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. എന്താണ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും അനാവശ്യമായി ഒരാളോടും ഒരു ചോദ്യം ചോദിക്കരുത്. അനാവശ്യമായ സംസാരത്തിൽ ഇടപെടരുത്. ഹൃദയത്തിന്റെ വിശാലതയുള്ള മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. ഹൃദയം ശുദ്ധിയായ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. നമ്മളെ ആര് നല്ലത് പറഞ്ഞു തന്നാലും ആ നന്മ അംഗീകരിക്കാനുള്ള മനസ്സാണ് കിബറില്ലാത്തവന്റെ മനസ്സെന്ന് ഹദീസ് പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങളെ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഇമ്മത്തിന്റെ ഇമാമാണ്, ഇമാമുൽ അഅ്ലമാണ്. ആ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അതാ രണ്ട് ചെറുപ്പക്കാര് സംസാരിക്കുകയാണ്. രണ്ട് ചെറുപ്പക്കാര് സംസാരിക്കാം. എന്താ സംസാരം? ആ പോന്ന ആളാരെ നോക്കിയേ. ഈ മനുഷ്യൻ അറിയോ? ഹാദാ റജുലുൻ യുഹീ ലൈലത കുല്ലഹു. ഇയാൾ ആരാണെന്നറിയോ? അയാള് രാത്രി മുഴുവനും നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ആളാ. അബൂ ഹനീഫ ഇമാമിനോട് പറയാ, അയാള് രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുന്ന ആളാ. നമ്മളെ പറ്റി ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. പിന്നീട് നമ്മുടെ ആ ഒരു നടത്തത്തിനൊക്കെ ഒരു മാറ്റം വരും. എന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്, കേട്ടില്ലേ? എന്നെ പറ്റി പറഞ്ഞ കേട്ടില്ലേ? ഞാൻ ആരാ? നിങ്ങൾക്ക് എന്നെ നിസ്സാരമായി കണ്ടല്ലേ? എന്നെ പറഞ്ഞത് കേട്ടില്ലേ? അതാണ് ഞാന് എന്നൊക്കെ നമ്മൾ കുടുംബത്തിൽ പൊങ്ങച്ചം പറയും. അപ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാം ചിന്തിച്ചത് അങ്ങനെയല്ല. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, പഠിച്ചോനെ, ഇത് എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്? എന്നെ കുറിച്ചാണോ ഈ പറയുന്നത്? രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളാണെന്നാണോ പറയുന്നത്? ഞാൻ അങ്ങനെയല്ലല്ലോ അല്ലാഹ്. എനിക്ക് പലപ്പോഴും ഇബാദത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാത്രിയിലെ ഇബാദത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയല്ല. പക്ഷേ ജനങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഞാൻ മുഴുവനും നിസ്കരിക്കണമല്ലോ. അതിനുശേഷം ജീവിച്ച 40 വർഷക്കാലവും രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത മഹാനാണ് അബൂ ഹനീഫത്തുൽ കുഫി. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്.
കിബറിന്റെ രണ്ടാമത്തെ അടയാളം എന്താണ്? ഒന്ന്, സത്യത്തെ നിസ്സാരമായി കാണുന്നു എന്നതാണ്. രണ്ടാമത്തത് വഗംതുന്നാസ്, ജനങ്ങളെ നിസ്സാരമായി കാണരുത്. ഒരാളെയും നിസ്സാരമായി കാണരുത്. ചെറിയവരെയും കാണരുത്, വലിയവരെയും കാണരുത്. പണ്ഡിതന്മാര് പറഞ്ഞു, നിന്റെ ഹൃദയം നന്നാകാനുള്ളൊരു മരുന്ന് എന്താണ്? ചെറിയ കുട്ടികളെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ തോന്നേണ്ടത്, ആദാലം യഅസില്ല, ഈ കുട്ടി എത്ര ഭാഗ്യമുള്ള കുട്ടിയാണ്. കാരണം ഈ കുട്ടി ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവുകയില്ല. വഅന അസൈതുഹു, ഞാൻ എത്ര തെറ്റുകളാ ചെയ്തത്, എനിക്ക് പ്രായപൂർത്തിയായല്ലോ, എത്ര നിസ്കാരമാ ഖളായത്, എത്ര നോമ്പാൻ ഇഷ്ടപ്പെട്ടത്, എന്തെല്ലാമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, എന്റെ എത്ര അവയവങ്ങളാ തെറ്റ് ചെയ്തു പോയത്, എത്ര ഹറാമുകളാ ഞാൻ കണ്ടത്, എന്തെല്ലാമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ കുട്ടിക്ക് ആ തെറ്റുകളൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ കുട്ടി മരിച്ചാൽ അവൻ സ്വർഗത്തിലല്ലേ. വലാ ശക്ക അന്നഹു ഖൈറും മിന്നീ, എന്നെക്കാളും ഏറ്റവും ഉത്തമൻ ഈ കുട്ടിയാണെന്ന് ചെറിയ മക്കളെ കാണുമ്പോൾ നമുക്ക് തോന്നണം. പ്രായമുള്ളവരെ കാണുമ്പോൾ മുത്തഅല്ലിമീങ്ങളെ നമുക്ക് തോന്നേണ്ടത്, അതാ ഖൈറും മിന്നീ, എന്നെക്കാളും ഇയാള് തന്നെയാണ് ഖൈർ. കാരണം അബദല്ലാഹ ഖബലി, 60 വയസ്സായില്ലേ അയാൾക്ക്. എന്നെക്കാളും എത്ര വർഷം മുമ്പ് നിസ്കാരം തുടങ്ങിയവരാണ്, എന്നെക്കാളും എത്ര വർഷം മുമ്പ് നോമ്പ് നോക്കിയവരാണ്, എന്നെക്കാളും എത്ര വർഷം ഖൈറുകൾ ചെയ്തവരാണ്. എനിക്ക് അത്രയൊന്നും തൗഫീഖ് കിട്ടിയിട്ടില്ലല്ലോ. ഇയാള് പ്രായം എത്ര ജീവിച്ചു, അയാൾക്ക് എത്രയോ ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടി. പ്രായമുള്ളവരെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. വൈദാ റഅയ്ത ആലിമൻ, ഒരു ആലിമിനെ കണ്ടാൽ ചിന്തിക്കേണ്ടത്, അതാ ഉഅ്തിയ മാലം തുഅ്ത, എനിക്ക് കിട്ടാത്ത പല നിഅമത്തുകൾ അല്ലാഹ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. വബലഗ മാലം അബ്ലുഗ്, ഞാൻ അറിയാത്ത പല വിഷയങ്ങളും ഈ മനുഷ്യനിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. വഅലിമ മാ ജഹിൽതു, ഞാനെല്ലാം ചെയ്തത് അയാൾ അറിയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാത്ത ധാരാളം ഇൽമുകൾ അയാൾക്ക് അറിയാമല്ലോ. ഫകൈഫ അകൂനു മിത്ലഹു, പിന്നെ ഞാൻ എങ്ങനെയാണ് അയാളെ പോലെയാകുന്നത്? എത്രയോ ഇൽമു പഠിക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ, എത്രയോ കാര്യങ്ങൾ എന്നെക്കാളും അയാൾ പഠിച്ചല്ലോ. ഈ ഒരു ചിന്തയാണ് ആലിമിനെ കാണുമ്പോൾ ഉണ്ടാകേണ്ടത്. വിവരമില്ലാത്ത ആലിമല്ലാത്ത നാടന്മാരായ ആളുകളെ കാണുമ്പോ മുത്തഅല്ലിമീങ്ങളെ നമ്മുടെ മനസ്സിൽ വേണ്ടത്, അതാ അസല്ലാഹ ബിജഹലിൻ, ഈ മനുഷ്യൻ ഒരു പക്ഷേ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ഇൽമു പഠിക്കാത്തത് കൊണ്ടാണല്ലോ, അറിവില്ലാത്തത് കൊണ്ടാണല്ലോ. വനഅസൈതുല്ലാഹ ബിഇൽമിൻ, എല്ലാ അറിവുകളും റബ്ബ് എനിക്ക് പഠിക്കാനുള്ള അവസരം തന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടല്ലോ. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ നാടനായ മനുഷ്യന് പറയും, ഞാൻ ഇൽമു പഠിക്കാത്തത് കൊണ്ടാണെന്ന്. എനിക്ക് പറയാൻ മറുപടി ഇല്ലല്ലോ. ആ ഇൽമില്ലാത്തവരെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. വൈദാ റഅയ്ത കാഫിറൻ, മുസ്ലിം അല്ലാത്തൊരു കാഫിറിനെ കണ്ടാൽ എന്താ ചിന്തിക്കേണ്ടത്? പടച്ച റബ്ബേ, ഇയാളുടെ അവസാന കാലത്ത് ഇയാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്ത് എല്ലാം പുറത്തു കൊടുത്ത് ഇയാൾക്ക് ഈമാൻ ഇട്ട് കൊടുത്താൽ എന്നെക്കാളും വലിയ ശ്രേഷ്ഠനായ മനുഷ്യൻ ഇയാളല്ലേ. ഞാൻ ആഖിബത്ത് നന്നായി മരിക്കുമെന്നുറപ്പില്ലല്ലോ. മുസ്ലിമായി ജീവിച്ച് കാഫിറായി ചത്തുപോയവർ ധാരാളമുണ്ടല്ലോ. അതുപോലെ കാഫിറായി ജീവിച്ച് മുസ്ലിമായി മരിച്ചവരുമുണ്ടല്ലോ. ഇങ്ങനെ ലോകത്ത് ചെറിയവരെ കണ്ടാലും വലിയവരെ കണ്ടാലും, കാഫിറിനെ കണ്ടാലും ആലിമിനെ കണ്ടാലും ജാഹിലിനെ കണ്ടാലും, എല്ലാ മനുഷ്യരെ കുറിച്ചും നന്മ വിചാരിക്കുന്നൊരു മനസ്സ്, ആ മനസ്സാണ് കിബറില്ലാത്ത മനസ്സെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹ് കൊടുത്തത് അംഗീകരിക്കാൻ കഴിയണം. ഒരാൾക്കും റബ്ബ് കൊടുക്കുന്ന നിഅമത്തിൽ അസൂയ പാടില്ല. നമ്മുടെ അസദ് ഉമ്മ നമ്മുടെ ശരീ ജീവിതത്തിൽ വന്നു പോകുന്ന ഏറ്റവും വലിയൊരു ദുഷ്ടഭാവമാണ് അസൂയ. ആരും ഉയരുന്നത് നമ്മുടെ മനസ്സ് സഹിക്കുന്നില്ല, ആരും വളരുന്നത് നമ്മുടെ മനസ്സ് സഹിക്കുന്നില്ല. ഉമ്മമാരെ, നമ്മുടെ അമലുകളെല്ലാം തീ തിന്നുന്നത് പോലെ തിന്നുകളയും കേട്ടോ. അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അമലുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ
അസൂയ വന്നു പോകാതെ സൂക്ഷിക്കണം, അസൂയയില്ലാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ കൽബുകളിലേക്ക് വന്നു പോകുന്ന എല്ലാ രോഗങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് പണ്ഡിതന്മാര് നമ്മോട് പറഞ്ഞു. ധാരാളം മരുന്നുകൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ, നമ്മുടെ മനസ്സിൽ വന്നു പോകുന്ന കറകളെ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്മയായി പറഞ്ഞത് സ്വാലിഹീങ്ങളുടെ കൂടെ ചേരാനാണ്, മുഅ്മിനീങ്ങളുടെ കൂടെ കൂടാനാണ്, നന്മയുടെ ആടുകളുടെ കൂടെ സഹവസിക്കാനാണ്. മോനെ, നീ എപ്പോഴും സ്വാലിഹീങ്ങളുടെ കൂടെ കൂടിക്കോ. കാരണം അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അങ്ങനെ നീ ഭൂമിയിലുള്ള നക്ഷത്ര തുല്യരായ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടിയാൽ നിന്റെ മനസ്സ് എപ്പോഴും ശുദ്ധിയാകും. ഓ എന്റെ പ്രിയപ്പെട്ട ദാറുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പരിസരത്തിൽ ജീവിക്കുന്ന ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ്, നിങ്ങൾ എത്ര പുണ്യം ചെയ്ത ആളുകളാണ്. കാരണം ഈ മഹത്തായ സ്ഥാപനം കേവലം മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് 24 മണിക്കൂറും ഈ സ്ഥാപനത്തിന്റെ മുറ്റത്തിൽ നന്മകൾ മാത്രമാണല്ലോ. പരിശുദ്ധ ഖുർആൻ ഓതുന്ന നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂറ് പഠിക്കുന്ന നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾ, പടച്ച റബ്ബിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ധാരാളം ആലിമീങ്ങൾ, നന്മ മാത്രമുള്ള പരിസരമാണല്ലോ, ഇൽമു പറയുന്ന പരിസരമാണല്ലോ, ഖുർആൻ ഓതുന്ന പരിസരമാണല്ലോ. പോരാ, കൃത്യമായി 5 വഖ്തും ആലിമീങ്ങളെ കൊണ്ട്, മുതഅല്ലിമീങ്ങളെ കൊണ്ട് ജമാഅത്ത് നടക്കുന്ന പരിസരമാണല്ലോ. നമ്മുടെ കൽബ് നന്നാകാൻ ഈ പ്രദേശത്തിലുള്ള മുഅ്മിനീങ്ങളെ ദാറുൽ ഹുദ നമുക്കുണ്ട്. നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ ദാറുൽ ഹുദയുണ്ട്. നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ ദാറുൽ ഹുദയുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ സന്മാർഗത്തിന്റെ വീട് എന്നാണ്. ഈ സന്മാർഗത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് നിന്ന് നിൽക്കാൻ കഴിയണം, കൂടെ നിൽക്കാൻ കഴിയണം. അത് നമ്മുടെ ഹൃദയം പ്രകാശിക്കാനാണ്. കാരണം ഏറ്റവും വലിയ സമ്പത്ത് എന്താ ചെറുപ്പക്കാരാ? അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് ഉമ്മ? അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള ഒരു ഇബാദത്തുമില്ല. ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ദലി ത്വാഅത്ത്. ഇൽമു പഠിക്കുന്നത് ഏറ്റവും പുണ്യമുള്ളതാണ്. ഔലാ മാ ഉൻഫിഖത് ഫീ നഫായിസുൽ ഔഖാത്ത്. അത് അല്ലാഹു തന്ന സമയം ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളത് അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാനുള്ള അവസരങ്ങളാണ്. ഓ എൻ്റെ ഉമ്മമാരെ, മുത്തായ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കുഞ്ഞാലിമൻ, ഒന്നോ നീ ഒരു പണ്ഡിതനാകണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന ഒരു മുതഅല്ലിമാകണം, ഔ മുസ്തമിയൻ, അല്ലെങ്കിൽ ഇൽമു കേൾക്കുന്നവരാകണം, ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ആ ഇൽമിനെ സ്നേഹിക്കുന്നവരാകണം. വലാ തകുൻ ഖാമിസാ, ആലിമീങ്ങളോട് സ്നേഹമില്ലാത്ത, മുതഅല്ലിമീങ്ങളോട് സ്നേഹമില്ലാത്ത, സ്ഥാപനങ്ങളോട് സഹകരണമില്ലാത്ത അഞ്ചാമത്തൊരു ഹതഭാഗ്യനായി മാറിപ്പോകരുത് മനുഷ്യ. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഏതോ നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ, ഏതോ നാട്ടിൽ നിന്ന് വന്ന പ്രവർത്തകർ നിങ്ങളുടെ നാട്ടിൽ കുടുംബങ്ങളെ ഉപേക്ഷിച്ച്, അവരുടെ സ്വന്തം നാട് ഉപേക്ഷിച്ച് നിങ്ങളുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഈ പരിസരത്തിലുള്ള മുതഅല്ലിമീങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആലിമീങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ, ആലിമീങ്ങളുടെ ഖുർആനോത്ത് കേൾക്കാൻ, മുതഅല്ലിമീങ്ങളുടെ ഖുർആനോത്ത് കേൾക്കാൻ, മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്നത് കാണാനും കേൾക്കാനും ഈ പ്രദേശത്തിലുള്ളവർക്ക് ദാറുൽ ഹുദ അവസരം തന്നിട്ടില്ലേ? ഈ മുതഅല്ലിമീങ്ങളോട് ചേർന്ന് നിന്നാൽ, ഈ അലിമീങ്ങളെ സ്നേഹിച്ചാൽ, ഈ സ്ഥാപനത്തിന്റെ കൂടെ നിന്നാൽ അതെന്തെങ്കിലും വേറെ വല്ല നേട്ടവുമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കൽബ് ശുദ്ധിയാകാൻ, എൻ്റെ ഇബാദത്ത് നന്നാകാൻ, എൻ്റെ മനസ്സൊന്ന് നന്നാകാൻ, എൻ്റെ മനസ്സിന്റെ കേടുപാടുകളൊന്ന് മാറിക്കിട്ടാൻ ഈ സ്ഥാപനം അല്ലാഹു തആല ചെയ്തു തന്ന
ഏറ്റവും വലിയ നിഅമത്താണെന്ന് മനസ്സിലാക്കി കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഇനിയും ധാരാളം മുത്തഅല്ലിമീങ്ങൾ വരണം. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ദാറുൽ ഹുദാ. ധാരാളം പണ്ഡിതന്മാർ ഈ നാട്ടിൽ നിന്ന് വളർന്നു പോകണം. നാളെ മഹ്ശറാ ലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അബീഹി വ ഉമ്മിഹി, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ നിന്ന് എല്ലാവരും വിട്ടോടി നിൽക്കുന്നൊരു സമയം, എല്ലാ കൂട്ടുകാരും ശത്രുക്കളാകുന്നൊരു സമയം. അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ആലിമായൊരു മനുഷ്യന് പടച്ച റബ്ബേ, ഞാൻ ഇൽമു പഠിച്ചത് ദാറുൽ ഹുദാ എന്ന സ്ഥാപനത്തിലാണ്. ഞാൻ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള കാരണം ദാറുൽ ഹുദയുടെ പരിസരത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ സ്ഥാപനത്തിനെ സഹായിച്ചത് കൊണ്ടാണ്, ഞങ്ങളെ സ്ഥാപനത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ആ പ്രദേശത്തിലുള്ള ജനങ്ങൾ ഭക്ഷണം ഏറ്റെടുത്തത് കൊണ്ടാണ്, സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ കൂടെ നിന്നത് കൊണ്ടാണ്, ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആലിമീങ്ങളായത്, ഞങ്ങൾ ദീനിന്റെ ഖാദിമീങ്ങളായത്. ഇന്ന് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് ഞാൻ പഠിച്ച ഇൽമിന്റെ കാരണമാണെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണക്കാർ ദാറുൽ ഹുദയെ സഹായിച്ച ഉമ്മയാണ്, ദാറുൽ ഹുദയെ സഹായിച്ച ഉപ്പയാണ്. അതുകൊണ്ട് എന്നക്ക് ഭക്ഷണം തന്ന് എന്റെ സ്ഥാപനത്തിനെ സഹായിച്ച ആ ഉമ്മ സ്വർഗത്തിലേക്കില്ലാതെ, ആ ഉപ്പയെ സ്വർഗത്തിലേക്കില്ലാതെ ഞാൻ നിന്റെ സ്വർഗത്തിലേക്കില്ല എന്ന് സ്വന്തം മക്കൾ നമ്മുടെ ശത്രുക്കളാകുന്ന ദിവസം നമ്മൾ ഭക്ഷണം കൊടുത്ത മക്കൾ നമ്മളെ കൈപിടിക്കണമെങ്കിൽ, നമ്മൾ അന്നം കൊടുത്ത മക്കൾ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെല്ലാം ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കാൻ കഴിയണം. എത്രയാണ് ഈ സ്ഥാപനത്തിന്റെ കറാമത്തുകൾ! ഒന്നുമില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് ആദരണീയരായ സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം അൽഹംദുലില്ലാ ഈ കാണുന്ന വിശാലമായ ക്യാമ്പസ് ആക്കി മാറ്റിയത് നിങ്ങളാണ്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്, നിങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഓരോ ഫില്ലറുകൾക്കും പറയാനുണ്ട്. ഉമ്മമാരെ, നിങ്ങളുടെ സഹായത്തിന്റെ കഥ ദാറുൽ ഹുദക്ക് പറയാനുണ്ട്. ഓ എന്റെ ചെറുപ്പക്കാരെ, ഇവിടെ പഠിക്കുന്ന അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഈ ദാറുൽ ഹുദക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുമ്പോ, അരി നിങ്ങൾ കൊടുക്കുമ്പോ, സംഭാവനകൾ ചെയ്യുമ്പോ, അങ്ങോട്ട് തരാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, അങ്ങോട്ട് തരാൻ ഞങ്ങൾ ബലഹീനരാണ്. പക്ഷേ ഒന്നുണ്ട്, അങ്ങോട്ട് നിങ്ങൾക്ക് തരാൻ ഞങ്ങളെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കുന്ന മലായിക്കത്തിന്റെ കാവലുള്ള, ലോകത്തിന്റെ എല്ലാ ജീവികളും കാവലും പൊറുക്കലിനെയും തേടുന്ന ഈ മുത്തഅല്ലിമീങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷവും, ഖുർആനോത്തിന് ശേഷം, ഹദ്ദാദിന് ശേഷം, സ്വലാത്തിന് ശേഷം വലിമന്നാനനാ, ഞങ്ങളെ സ്ഥാപനത്തിന് ഭക്ഷണം തന്ന ഉമ്മാക്ക് പൊറുക്കണേ റബ്ബേ, ഞങ്ങളെ സ്ഥാപനത്തിന് ഭക്ഷണം തന്ന ഉപ്പാക്ക് പൊറുക്കണേ റബ്ബേ എന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ മറക്കാത്ത നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾ നിങ്ങൾക്കുണ്ടുമ്മാ. മഹ്ശറാ ലോകത്ത് നിങ്ങളെ മക്കൾ നിങ്ങളെ ശത്രുവായി കാണുന്ന സമയത്തും എന്റെ സ്ഥാപനത്തിന് ഭക്ഷണം തന്ന ഉമ്മ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് കൈപിടിക്കാനുള്ള നൂറുകണക്കിന് ആലിമീങ്ങളെ ദാറുൽ ഹുദ വളർത്തുന്നുണ്ട് ഉപ്പാ. ആ മക്കൾ റമദാനിൽ നിങ്ങൾക്ക് ദുആ ചെയ്യുമ്പോ, ആ മക്കൾ തഹജ്ജുദിൽ നിങ്ങൾക്ക് ദുആ ചെയ്യുമ്പോ, ഉപ്പാ നമുക്ക് മരിക്കാൻ പേടിക്കേണ്ടതുണ്ടോ? ഉമ്മ നമുക്ക് മരിക്കാൻ പേടിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തആല തന്ന ഈ നിഅമത്ത് അത് വലിയൊരു നിഅമത്തായി കണക്കിലാക്കി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകരുത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊരു കോട്ടവും വന്നു പോകരുത്. അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യുന്നൊരു ആലിമീങ്ങളെ നമ്മൾ വാർത്തെടുക്കാൻ കഴിയാനാകണം. അൽഹംദുലില്ലാ, ധാരാളം ത്യാഗങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആയാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ സേവനങ്ങളാണ്. ഈ സ്ഥാപനത്തിനെ കൈവിടാതെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് കഴിയണം. ഒരു കാലത്ത് കാട് പ്രദേശങ്ങളായി ഈ മഹല്ലിൽ ഇന്ന് ഇത്രയും വലിയ സയ്യിദന്മാർ ഒരുമിച്ച് കൂട്ടിയത്, നിങ്ങൾക്ക് ഈ മനോഹരമായ സദസ്സ് തന്നത്, ഇൽമിന്റെ സദസ്സ് തന്നത്, മുത്തഅല്ലിമീങ്ങൾ നിറയുന്ന നാടായത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കൊണ്ടല്ലേ ഉമ്മമാരെ? ആ നിഅമത്ത് നമ്മളെപ്പോഴും മറന്നു പോകാതെ എപ്പോഴും
എപ്പോഴും ഈ സ്ഥാപനത്തിന് നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പയുടെ പേരിൽ, മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മയുടെ പേരിൽ, മരണപ്പെട്ടു പോയ എൻ്റെ കുടുംബക്കാരുടെ പേരിൽ ദാറുൽ ഹുദയിലെ മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ആ മക്കൾ ഇൽമു പഠിക്കുന്ന നാവ് കൊണ്ട്, ഖുർആൻ ഓതുന്ന നാവ് കൊണ്ട് എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യക്ക്, എൻ്റെ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് ദുആ ചെയ്ത് ആ ഖബർ പ്രകാശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകള്, അല്ലാഹ് ചെയ്തു തന്ന ആരോഗ്യവും ആയുസ്സും സമ്പത്തും ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടി ചെലവഴിച്ച് ആ ഹൃദയം ശുദ്ധിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്വാലിഹീങ്ങളുടെ സഹവാസം എന്ന മാർഗത്തിൽ ഉപയോഗിച്ച് അല്ലാഹ് തന്ന എല്ലാ നിഅമത്തുകളെയും ആലിമീങ്ങൾക്ക് വേണ്ടി, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ശുദ്ധിയായ കൽബുള്ളവരായി ജീവിച്ച് സലീമായ കൽബിന്റെ ഉടമകളായി ആരോടും വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, പകയില്ലാതെ, ചതിയില്ലാതെ, ബിദ്അത്തില്ലാതെ, ഒരു നിസ്കാരവും ഖളായി പോകാതെ, ഒരാളോടും അസൂയയോ അഹങ്കാരമോ ഇല്ലാതെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് അവസാനം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാ മുഅ്മിനീങ്ങളെ നാവുകൊണ്ട് അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് കേട്ടുകൊണ്ട് മരിക്കാൻ, എല്ലാ മുതഅല്ലിമീങ്ങളെ നാവിൽ നിന്ന് അയാൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളാണല്ലോ എന്ന ഏറ്റവും നല്ല ദുആ കേട്ട് മരിക്കാനുള്ള ശ്രമങ്ങൾ എൻ്റെ മുഅ്മിനീങ്ങളായ ഉമ്മമാരെ, ഉപ്പമാരെ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി നമുക്ക് ഇന്ന് പത്തലുകളെല്ലാം കൊണ്ടുവന്ന് ഈ നാട്ടിലെ പരിസരത്ത് പ്രദേശത്തുള്ള ആളുകളാണ്. അല്ലാഹു തആല ചുറ്റുള്ള മഹല്ലുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നവരാണ്. അല്ലാഹു ഇതിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിന്റെ ഭക്ഷണം കഴിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മുതഅല്ലിമീങ്ങളെ, എല്ലാ വഅലുകളിലും നമ്മുടെ ഉസ്താദുമാര് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന വാക്കാണ് ഞങ്ങളെ സ്ഥാപനത്തിലെ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമെന്നുള്ളത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കടങ്ങളുണ്ട്, മക്കളെ പോറ്റണം, കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളുണ്ട്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുന്നവർ പോലും അവരുടെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്നത് നമ്മുടെ ഉസ്താദുമാർ കൊടുക്കുന്ന ഒരൊറ്റ പ്രതീക്ഷ കൊണ്ടാണ്. സ്ഥാപനത്തിന്റെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തക പ്രത്യേകമായ ദുആകളിലെല്ലാം നമ്മെ സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, നമ്മെ കൂടെ നിൽക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും എൻ്റെ മുതഅല്ലിമീങ്ങളെ നമ്മുടെ ദുആ ഉണ്ടാകണം. അതാണ് അവരുടെ പ്രതീക്ഷ. എന്ന് മാത്രമല്ല, നാളെ നിങ്ങളെല്ലാം അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉഖ്റവിയായ ആലിമീങ്ങളാകാനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ച മുതൽ ഇന്ന് വരെ വാക്കുകൊണ്ട്, സമ്പത്തുകൊണ്ട്, മനസ്സുകൊണ്ട്, ഒരു നന്മ കൊണ്ടെങ്കിലും നമ്മളെ സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും റബ്ബ് പകരം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് പത്തല് നൽകിയ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, ശക്തമായ മഴയുടെ കാലത്തും ഈ സംഗമത്തിലേക്ക് അധ്വാനിക്കുന്ന പല പ്രവർത്തകർ, പടച്ച റബ്ബേ, നിന്റെ ദീനിന് വേണ്ടിയാണ്, സാദാത്യങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ അനുസ്മരണത്തിന് വേണ്ടിയാണ്, എല്ലാത്തിനേക്കാളും ഉപരി നിന്റെ പരിശുദ്ധമായ ദീന് പഠിക്കുന്ന ആലിമീങ്ങൾക്ക് വേണ്ടിയാണ്. പകരം നീ കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അർഹമായത് നീ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഇസ്സത്ത്, ആ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന ഉസ്താദുമാർ, അവരെ കൂടെ നിൽക്കുന്ന ഈ പരിസരത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, ഈ ദീനിന്റെ സേവനം, നിന്റെ ദീനിന്റെ ഇസ്സത്ത് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ത്യാഗം ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവേ, ഇവരുടെ എല്ലാം ദുനിയാവിലെയും ആഖിറത്തിലെയും ഇസ്സത്ത് നീ
രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരാളുടെ മുമ്പിലും ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തിന്റെ ഒരു സഹകാരികളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും എല്ലാം സഹായിക്കുന്ന ഒരാൾക്കും അങ്ങനെയുള്ളൊരവസ്ഥ എത്തിക്കരുതേ അല്ലാഹുവേ. ഈ സ്ഥാപനത്തിനെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഒക്കെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്ക് മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ. പഠിച്ചോനെ, കടന്നെടുത്ത് ബാക്കിയായിട്ട് മക്കളും കുടുംബക്കാരൊക്കെ ഒന്ന് മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തിന്റെ കൂടെ നിന്ന ഒരാളെയും എത്തിക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായത് നീ നൽകണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ, നമുക്ക് കഴിയുന്നത് പോലെ സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്താൻ. ഈ സ്ഥാപനത്തിന്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രവർത്തകരായത് ഞങ്ങളെ നാട്ടിലെ കൊടക് ജില്ലയിലെ ഞങ്ങളെ നാട്ടിനടുത്തുള്ള ഞങ്ങളെ കൂട്ടുകാരനും ഞങ്ങളെ സീനിയറും ഞങ്ങളെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട ഖലീൽ ഇമാം സഖാഫി ഉസ്താദാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദിന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. ഉസ്താദിന് നല്ല മഹല്ലിൽ നല്ല ഖത്തീബായി ജോലി ചെയ്യാനും അതിലൂടെ നല്ല രൂപത്തിൽ ജനങ്ങളിലെല്ലാം ഇറങ്ങി അവരുടെ സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി എല്ലാ നിലക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവും ഉസ്താദിനുണ്ട്. എന്നിട്ടും സ്വന്തം നാട് വിട്ടിട്ട് എത്രയോ ദൂരെയുള്ള ഈ പ്രദേശത്ത് ഈ സ്ഥാപനത്തിന്റെ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ സ്ഥാപനത്തിന്റെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം, നമ്മളെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഉസ്താദവരുകൾ. നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനത്തിന്റെ മറ്റുള്ള എല്ലാ ചലനങ്ങൾക്കും ഓടി നടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഞങ്ങളുടെ പഠനകാലത്ത് ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരനുമായ ബഹുവന്യരായ സിദ്ദീഖ് ഇമാം സഖാഫി ഉസ്താദ്. ഉസ്താദ് എല്ലാ നിലക്കും നല്ല കഴിവുള്ള ആളാണ്. സംഘടനയിലൊക്കെ സജീവമായ സാന്നിധ്യമുള്ള ആളാണ്. ഉസ്താദിനും സാമ്പത്തികമായി പൈസ ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവും ഉസ്താദിനുണ്ട്. അതെല്ലാം വിട്ടുകൊണ്ട് സ്വന്തം ഭദ്രതകളൊന്നും ഉണ്ടാക്കാനുള്ള ലക്ഷ്യങ്ങളില്ലാതെ രാവും പകലും ഈ സ്ഥാപനത്തിന് ഓടി നടക്കുന്ന ഉസ്താദ് അടക്കമുള്ള നൂറുകണക്കിന് ഈ സ്ഥാപനത്തിന്റെ ഖാദിമീങ്ങൾ, ഈ നാട്ടുകാരായ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു ചെയ്യുമ്പോൾ നമ്മൾ അതിന് കഴിയുന്നത് പോലെ കൂടെ നിൽക്കാനാകണം. ഈ സ്ഥാപനത്തിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ മറ്റൊരു സ്ഥലത്തിൽ പോയി ഭക്ഷണം വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കൊന്നും എത്തിക്കാത്ത രൂപത്തിൽ തന്നെ നമ്മൾ കൂടെ നിൽക്കാൻ കഴിയണം. ഇതിന്റെ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറിഞ്ഞു പോകാതെ എല്ലാ മാസവും ഒരു മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ നിശ്ചിതമായ കണക്കനുസരിച്ച് അരി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതേ നമ്മുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് അസ്സാമിൽ ജീവിക്കുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ജോലിക്ക് വന്നിട്ടുണ്ട്. അവർ തിരിച്ചു പോകുമ്പോ അവരുടെ ഉപ്പമാരില്ല, അവരുടെ ഭാര്യമാരില്ല, അവരുടെ മക്കളില്ല, കുടുംബങ്ങളിൽ എന്തിന് നാടുകളെ ഇല്ല. 800ഓളം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. എത്ര ജീവിതങ്ങളാ ഒലിച്ചു പോയതെന്ന് അറിയില്ല. മയ്യത്ത് കിട്ടിയതിൽ 68 മരണങ്ങളാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ബാക്കി 800 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണങ്ങളില്ല, വെള്ളങ്ങളില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് എത്താതിരിക്കാൻ, അങ്ങനെയുള്ള പ്രളയങ്ങൾ നമ്മുടെ നാട്ടിലെത്താതിരിക്കാൻ, അങ്ങയുടെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലെത്താതിരിക്കാൻ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വതക്കകൾ എന്നും നമുക്ക് കാവലാണ്. ആ സ്വതക്ക ഇൽമിന്റെ അഹ്ലുകാരിലേക്കാകുമ്പോൾ അതിന് ഏറ്റവും പ്രതിഫലം കൂടുതലാണ്. ആ നിലക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ കഴിവുള്ളവരെല്ലാം കണ്ടറിഞ്ഞ് ഉസ്താദുമാരായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ടത്, എന്നാൽ ഒരു മാസത്തിൽ ഓരോ മാസവും ഞങ്ങൾ ഇന്നത് ചെയ്തു തരാം എന്ന് കൂടെ നിന്നാൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ ഈ പ്രദേശത്തിൽ ഇൽമിന്റെ ശബ്ദം കേൾക്കാം, ഖുർആനിന്റെ ശബ്ദം കേൾക്കാം, ബാങ്കിന്റെ ഈരടികൾ കേൾക്കാം, ജമാഅത്തിന്റെ മധുരമായ ശബ്ദങ്ങൾ കേൾക്കാം, ബുർദയുടെയും സ്വലാത്തിന്റെയും ഇൽമിന്റെയും മജ്ലിസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ നമുക്ക് കണ്ട് സന്തോഷിക്കാനാകും. അല്ലാഹു തആല നിലക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ധാരാളം ഉഖ്റവിയായ ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന നല്ല ഇസ്സത്തുള്ള സ്ഥാപനമായി ഈ സ്ഥാപനത്തിനെ എന്നും വളർത്തിത്തുരുമാറാകട്ടെ. ധാരാളം കറാമത്തുകൾ ഈ സ്ഥാപനത്തിനുണ്ട്, പറയാൻ സമയമില്ല. മക്കളില്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ട്
സ്ഥാപനത്തിന്റെ വിഷയം അറിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു മക്കളുണ്ടാകണം, കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ച് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഓടി നടന്നപ്പോ 10-15 വർഷങ്ങളായി മക്കളില്ലാത്ത എത്രയോ ആളുകൾക്ക്, ഡോക്ടർമാര് പോലും കൈവിട്ട എത്രയോ ആളുകൾക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സ്ഥാപനത്തിന് സഹായിച്ചതിന്റെ കാരണമായി മക്കളുണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ മാറിയിട്ടുണ്ട്, പ്രയാസങ്ങൾ തീർന്നു കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് സന്മാർഗത്തിന്റെ വീട് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ വഴി തടസ്സപ്പെടാതെ സന്മാർഗത്തിലൂടെ നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു സ്ഥാപനമായി നമ്മളെല്ലാം ഇത് കാണുകയും വേണ്ടതെല്ലാം ഇതുവരെ നിങ്ങൾ ചെയ്തു കൊടുത്തതുപോലെ ഇനിയും അങ്ങോട്ട് ഉസ്താദുമാരങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. അള്ളാഹു നമുക്കെല്ലാം അവൻ തന്ന ആരോഗ്യവും ആയുസ്സും സമ്പത്തും എല്ലാം അള്ളാഹുവിന്റെ ദീനിനെ ചെലവഴിച്ച് ആ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് ദീനിന്റെ ഖാദിമീങ്ങളായി മരിച്ചു കിടക്കുമ്പോൾ ധാരാളം ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ ദുആവും മയ്യത്ത് നിസ്കാരങ്ങളും അനുസ്മരണകളും ദിക്ർ മജ്ലിസുകളും എല്ലാം കണ്ട് ഖബറിൽ സന്തോഷത്തോടെ കിടന്ന് ആ ആലിമീങ്ങളുടെ കൂടെ തന്നെ സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, പഠിക്കുന്ന സമയത്തും ഇപ്പോഴും ഞങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഭക്ഷണം തരുന്നവർ, അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും അല്ലാഹു തആല നമ്മുടെ ബന്ധങ്ങളെല്ലാം അർശിന്റെ തണൽ കിട്ടുന്ന നല്ല ബന്ധങ്ങളായി ഖബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.